നമസ്കാരം ഫ്രണ്ട്സ്, ഏവർക്കും ഗ്രേറ്റ് ഈഗിൾ ടെക്കിൻ്റെ മല്ലു മാർക്കറ്റ് പ്രൊഫൈൽ ഇഒഡി അനാലിസിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മുടെ മാർക്കറ്റിൽ നമ്മളിന്ന് പറഞ്ഞതുപോലെ നമ്മൾ ഇന്നലെ കൃത്യമായിട്ട് കഴിഞ്ഞ പ്രാവശ്യത്തെ വീഡിയോയിൽ എന്താണ് പറഞ്ഞത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടായിരിക്കും. 23,600 വരുമോ എന്ന് ചോദിച്ചുകൊണ്ടുള്ളൊരു വീഡിയോ ആയിരുന്നു കഴിഞ്ഞ വീക്കിൽ ഞാൻ കൊടുത്ത വീഡിയോ. അതായത് മെനിങ്ങാന്ന് ഞായറാഴ്ച രാത്രി കൊടുത്ത വീഡിയോയിൽ 23,600 വരുമോ എന്ന് ചോദിച്ചുള്ള വീഡിയോ ആയിരുന്നു കൊടുത്തത്. അത് പറഞ്ഞതുപോലെ തന്നെ നിഫ്റ്റി 23,610 വരെ പോയിട്ട് തിരിച്ചിറങ്ങി. ഏകദേശം പറയുകയാണെങ്കിൽ നമ്മുടെ റെസിസ്റ്റൻസ് ലെവലിൻ്റെ രണ്ട് ബാൻഡുകളായ 23,540-നും 23,606-നും ഇടയ്ക്കുള്ള ആ ഭാഗത്ത് കിടന്ന് ചെറുതായിട്ട് ഉറക്കം തൂങ്ങി കിടന്നു. പ്യുവർലി ഉറക്കം തൂങ്ങിയായിരുന്നു നിഫ്റ്റി ഇന്ന്. നമ്മൾ ഈ ലെവൽസ് നിങ്ങൾക്ക് ഈ ക്യാൻഡിൽ സ്റ്റിക്കിൽ വരച്ച് തരുന്നതിൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ലെവൽ നിങ്ങൾ യൂസ് ചെയ്ത് ട്രേഡ് ചെയ്യുകയും അതുവഴി നിങ്ങൾക്ക് ലാഭം ഉണ്ടാക്കുകയും ചെയ്യണം. ഫോർ എക്സാമ്പിൾ, നമുക്ക് ഇന്ന് കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ നമുക്ക് നമ്മളെ ബാങ്ക് നിഫ്റ്റിയുടെ ലെവൽ നിങ്ങൾ ഇന്ന് കൃത്യമായി കൊടുത്ത് നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലോ. ബാങ്ക് നിഫ്റ്റി 50,210-ന് മുകളിലാവും പോവുകയും നമ്മുടെ ഈ 50,414 എന്ന് പറഞ്ഞ ലെവലിൽ മുകളിൽ തരികയും ചെയ്തു ബാങ്ക് നിഫ്റ്റി. നമ്മൾക്കിന്ന് ട്രേഡിംഗ് റൂമിൽ നമ്മളിന്ന് മോർണിംഗ് ഉച്ചക്ക് 12:30 മണി ആയപ്പോൾ തന്നെ നമ്മുടെ ട്രേഡ് എക്സിറ്റ് ആയി കഴിഞ്ഞിരുന്നു. നമ്മൾ ബാങ്ക് നിഫ്റ്റിയിൽ 2 ട്രേഡ് സെറ്റപ്പ് ചെയ്തായിരുന്നു. ബാങ്ക് നിഫ്റ്റിയുടെ നിഫ്റ്റിയിൽ നമ്മൾ 23,606 വരുമെന്ന് പറഞ്ഞുള്ള ട്രേഡ് സെറ്റപ്പ് ഉണ്ടായിരുന്നു. അത് ഞാൻ പറയാം എന്താണെന്ന് കാരണമെന്നും. ബാങ്ക് നിഫ്റ്റിയിൽ നമ്മൾ എ പീരീഡിൻ്റെ POC സെറ്റപ്പ് വെച്ചൊരു 50-60 പോയിൻറ്റ് ക്യാപ്ചർ ചെയ്യുകയും IB എക്സിഷൻ വന്നതിൻ്റെ ട്രേഡ് സെറ്റപ്പ് പ്രകാരം ഒരു 60 പോയിൻറ്റ് 50-60 പോയിൻറ്റ് വരെ ക്യാപ്ചർ ചെയ്യും. ഓൾമോസ്റ്റ് 110 പോയിൻറ്റ് നമ്മൾ ഇന്ന് ബാങ്ക് നിഫ്റ്റിയിൽ ഓപ്ഷനിൽ നമ്മൾ ക്യാപ്ചർ ചെയ്തു. 49,800-ൻ്റെ ഓപ്ഷനിലാണ് നമ്മൾ ട്രേഡ് ചെയ്ത്. അതിൽ നമ്മൾ ക്യാപ്ചർ ചെയ്യുകയും ചെയ്തു. അതുകൂടാതെ നിഫ്റ്റി നമ്മൾ 23,606 വരുമെന്ന് പറഞ്ഞത് ട്രേഡ് എന്ന് പറഞ്ഞാൽ നിഫ്റ്റി കഴിഞ്ഞ ആഴ്ച നിഫ്റ്റിയിൽ വീക്കിലി ഫെയിൽഡ് ഓപ്ഷൻ സംഭവിച്ചായിരുന്നു. 23,220 ഭാഗത്ത് വീക്കിലി ഈ ഭാഗത്ത് 23,220 എന്ന് പറഞ്ഞാൽ ഈ ഒരു ഇവിടെ നിഫ്റ്റി കഴിഞ്ഞ ആഴ്ച വീക്കിലി FA തന്നു, ഫെയിൽഡ് ഓപ്ഷൻ തന്നു. അത് പ്രകാരമുള്ള ടാർഗറ്റ് ആയിരുന്നു 23,606. അതും നിഫ്റ്റി തരികയും ചെയ്തു. അപ്പം നിഫ്റ്റി നമുക്കിന്ന് 3 ട്രേഡ് ക്യാരി ഫോർവേഡ് ചെയ്ത നിഫ്റ്റിയുടെ പൊസിഷനിൽ നമുക്ക് ഏകദേശം പറയുകയാണെങ്കിൽ 23,200 വീക്കിലി കോൾ ക്യാരി ചെയ്തായിരുന്നു. അത് ഏകദേശം 360 ഭാഗത്താണ് നമ്മൾ പ്രോഫിറ്റ് പിക്ക് ചെയ്തത്. അവിടെ നിന്ന് വീണ്ടും കയറിപ്പോയി. നമുക്കൊരു 10-70 പോയിൻറ്റ് കിട്ടിയെങ്കിൽ കൂടെ അത് അവിടെ നിന്ന് വീണ്ടും കയറിപ്പോയി, എന്നാലും കുഴപ്പമില്ല. അതിനുശേഷം ബാങ്ക് നിഫ്റ്റിയിൽ 2 ട്രേഡ് നടന്നു. ആ 2 ട്രേഡ് നമ്മൾ സക്സസ് ആയിരുന്നു. നമ്മൾ ഇന്ന് മുതൽ നമ്മുടെ റൂമിൽ നമ്മൾ ചലഞ്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു, 60 ഡേയ്സ് ചലഞ്ച്. അതിൻ്റെ ഫസ്റ്റ് ഡേ വിജയകരമായി പൂർത്തിയാക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം നമുക്കിനി പോവാം. നമുക്ക് എങ്ങോട്ട് പോകാം? ബാങ്ക് നിഫ്റ്റി അനാലിസിലേക്ക് പോവാം. നിഫ്റ്റി ഇന്ന് നിങ്ങൾ കണ്ടാൽ അറിയാം. നിങ്ങൾ നിഫ്റ്റി മാർക്കറ്റ് പ്രൊഫൈൽ പ്രകാരം ഞാൻ പറഞ്ഞു കഴിഞ്ഞ ആഴ്ച പ്യുവർലി ബാലൻസ് ആയിരുന്നു. നിഫ്റ്റി ഇന്ന് എന്ത് ചെയ്തെന്ന് വെച്ചാൽ ആ ബാലൻസിന് മുകളിൽ ഗ്യാപ്പ് അപ്പ് ഓപ്പണിങ് വരികയും പിന്നെ നിഫ്റ്റി അവിടെ നിന്ന് അങ്ങോട്ട് അനങ്ങാതെ 606 വരെ പോയി, 610 വരെ പോയി തിരിച്ച് കണ്ട പ്യുവർലി ഒരു ബാലൻസാണ് നിഫ്റ്റി തന്നത്. പ്യുവർലി ഒരു ബാലൻസ് അപ്പർ സൈഡിൽ ഒരു ബാലൻസ് ക്രിയേറ്റ് ചെയ്തു. അതിൻ്റെ POC വന്ന് 23,565. അപ്പം കൃത്യമായി പറയുകയാണെങ്കിൽ 23,580-നും 550-നും ഇടയിൽ കിടന്ന് കളിച്ചുകൊണ്ട് 565 അവന് പോയിന്റ് ഓഫ് കൺട്രോൾ തന്ന് POC തന്ന് നിഫ്റ്റി ക്ലോസ് ചെയ്തു. അപ്പോൾ നിഫ്റ്റിയെ സംബന്ധിച്ച് നമുക്കിനി ഫ്രഷ് ഡിമാൻഡ് എന്ന് പറയുമ്പോൾ 23,606-ന് മുകളിൽ നിൽക്കുകയാണെങ്കിൽ നിഫ്റ്റിയെ സംബന്ധിച്ച് 23,710-ഉം അതിനു മുകളിൽ അടുത്ത ടാർഗറ്റ് 23,846 വരാനുള്ള ചാൻസ് നിഫ്റ്റിക്ക് കൂടുതലാണ്. 23,846-ന് മുകളിൽ സ്കൈ എന്ന് പറഞ്ഞാൽ പുതിയ ഹൈയിലേക്ക് പോകും. അപ്പം ഞാൻ നിങ്ങൾക്ക് 2 ടാർഗറ്റ് നാളത്തേക്ക് പറയുന്നുള്ളൂ. 23,606-ന് മുകളിൽ 23,662-ഉം അതിനു മുകളിൽ 23,710-ഉം അതിന് മുകളിൽ 23,845 എന്ന് പറഞ്ഞാൽ ഈ ഒരു ഹൈയും വരാൻ ചാൻസ് ഉണ്ട്. ഇനി നിഫ്റ്റിയെ സംബന്ധിച്ച് നോക്കേണ്ടത് ഇന്നത്തെ വാല്യൂ ഏരിയല്ലോ 23,550-ന് താഴെ നിൽക്കുകയാണെങ്കിൽ 23,508 എന്ന് പറഞ്ഞ ഇന്നത്തെ ലോയും 508-ന് താഴെ നിൽക്കുന്ന കാലം 23,489 ടെസ്റ്റ് ചെയ്യാം. 23,490 ടെസ്റ്റ് ചെയ്യുക. ഈ ഗ്യാപ്പ് ഫില്ല് ചെയ്യാനുള്ള ചാൻസ് 498-508 ഗ്യാപ്പ് ഫില്ല് ചെയ്യാൻ ചാൻസ് ഉണ്ട്. ആ 508-405 താഴെ നിൽക്കുകയാണെങ്കിൽ 455 എന്ന് പറഞ്ഞ ഈ ഏരിയ 50 എന്ന് പറഞ്ഞ ഈ ഭാഗവും
450ക്ക് താഴെ 400ഉം അതിന് താഴെ വീണ്ടും 23,351 എന്ന് പറഞ്ഞാൽ ഈ വീക്കിലി POC കഴിഞ്ഞ വീക്കിൻ്റെ POCയിലേക്ക് അതൊരു ഡിമാൻഡ് ഏരിയയാണ്. ആ ഭാഗത്ത് സപ്പോർട്ട്. നിഫ്റ്റി ഇപ്പോഴാണ് ഈ ബാലൻസ് ഏരിയ പൊട്ടിപ്പോയത്. അപ്പം ട്രെൻഡ് കുറച്ചും കൂടെ കണ്ടിന്യൂഷൻ തരാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ്. പ്രത്യേകിച്ച് 23,606ൻ്റെ മുകളിൽ നിൽക്കുകയാണെങ്കിൽ 23,845ലേക്ക് പോകാനുള്ള ചാൻസ് നിഫ്റ്റി ഫ്യൂച്ചറിന് വളരെയധികം കൂടുതലാണ്. ഇനി ബാങ്ക് നിഫ്റ്റിയുടെ നോക്കുമ്പോൾ ബാങ്ക് നിഫ്റ്റി കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ ബാങ്ക് നിഫ്റ്റി ഇന്ന് ഈ ഒരു നിങ്ങൾ കണ്ട ഒരു തിക്ക് ബാലൻസിൻ്റെ ഭാഗത്ത് നമ്മൾ പൊട്ടി കൃത്യമായിട്ട് പറയുന്നത് ഞാൻ പറഞ്ഞ 50,210ൻ്റെ ഈ ഭാഗമാണ്. അത് ഈ 210ന് മുകളിൽ ആശാൻ അത് പൊട്ടി ഇന്ന് കയറുകയും ചെയ്തു. ഇന്ന് കയറിയതിന് ശേഷം കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ IB എക്സ്റ്റൻഷൻ തരാൻ വേണ്ടി ഒരു എക്സ്റ്റൻഷൻ തന്നിട്ടുണ്ട്. പക്ഷേ അത് ടാർഗറ്റ് തരാതെ ഏകദേശം പറയുകയാണെങ്കിൽ 414 എന്ന് പറഞ്ഞാൽ ഈ HV സോണിന് മുകളിലാണ് ക്ലോസ് ചെയ്തേക്കുന്നത്. സോ ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ച് നമുക്ക് കുറച്ച് റെസിസ്റ്റൻസ് മുകളിലുണ്ട്. അത് ഇന്നത്തെ ബാങ്ക് നിഫ്റ്റി നോർമൽ ഡേ ആണ്. ഇന്ന് സ്ട്രക്ചർ വെച്ച് നോർമൽ ഡേ ആണ്. അതിൻ്റെ POC വന്നിരിക്കുന്നത് 50,335 അപ്പോൾ 50,335 മുകളിൽ നിൽക്കുന്നിടത്തോളം കാലം ഈ 50,465 ഈ 465 മുകളിൽ 530 530 മുകളിൽ ചെറിയൊരു റെസിസ്റ്റൻസായി 575 വരാം. ഈ 575 മുകളിൽ ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ച് വേറെ ഒരു റെസിസ്റ്റൻസും ഇല്ല. അവൻ എവിടം വരെ പോകാനുള്ള ചാൻസ് കൂടുതലാണ് ബാങ്ക് നിഫ്റ്റി 51,060 എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ എക്സിറ്റ് പോളിൻ്റെ POC നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലോ. ഈ POCയിലേക്ക് അവൻ ഒരു യാത്ര നടത്താനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പം ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ച് 50,575 മുകളിൽ ഒരു 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 സ്വൈപ്പ് ചെയ്ത് പോകുന്ന ഒരു മൂവ്മെൻറ്റ് കിട്ടാനുള്ള ചാൻസ് കൂടുതലാണ്. ഇനി താഴോട്ട് പറയുകയാണെങ്കിൽ ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ച് 50,335 ഇന്നത്തെ POC സപ്പോർട്ടായിരിക്കും. അതിന് താഴെ 50,225 എന്ന ഈ ഭാഗവും അതിന് താഴെ 50,110 അതിന് താഴെ വീണ്ടും നമ്മൾ എവിടെ പോവാം 49,960 അതിന് താഴെ 49,850 വരെയുള്ള ചാൻസും വളരെയധികം കൂടുതലാണ്. ബാങ്ക് നിഫ്റ്റി കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ കഴിഞ്ഞ തിക്കായിട്ടുള്ള നിങ്ങൾ നോക്കിയാൽ നിങ്ങൾക്കറിയാം ഈ തിക്കായിട്ടുള്ള ബാലൻസ് പൊട്ടി ഇപ്പോഴാണ് കയറിയിരിക്കുന്നത്. അതുകൊണ്ട് അവൻ്റെ കയറ്റം ഈ POC സപ്പോർട്ട് 50,335 ഭാഗം സപ്പോർട്ട് എടുക്കുകയാണെങ്കിൽ അവനെ സംബന്ധിച്ച് മുകളിലോട്ടുള്ള ടാർഗറ്റിലേക്ക് പോകാനുള്ള ചാൻസും വളരെയധികം കൂടുതലാണ്. സോ നമുക്ക് നിഫ്റ്റിയിൽ ടാർഗറ്റ് ആദ്യം വരയ്ക്കാം. അതിനുശേഷം നമുക്ക് ബാങ്ക് നിഫ്റ്റി ടാർഗറ്റും വരച്ച് പോകാം. അപ്പോൾ നിഫ്റ്റി നമ്മൾ പറഞ്ഞ പോലെ ഇപ്പം നമ്മളിപ്പോൾ നിഫ്റ്റിയല്ല കാണണം. ഞാൻ ഈ ലെവലെല്ലാം ഞാൻ ഒന്ന് ഡിലീറ്റ് ചെയ്ത് കളയാൻ പോകണം. ഇതെല്ലാം ഡിലീറ്റ് ചെയ്ത് കളഞ്ഞിട്ട് നമുക്ക് വേറെ ഒന്ന് ഫ്രഷ് ആയിട്ട് വരയ്ക്കാം. അപ്പം ഇത് ഡിലീറ്റ് കളയുക. എന്നിട്ട് നിഫ്റ്റി ഇന്നത്തെ 23,560 565 നമ്മൾ ഇന്നത്തെ POC. അത് ഞാൻ മാർക്ക് ചെയ്തു. അതിന് മുകളിൽ നിൽക്കുമ്പോൾ 23,606 ചെറിയൊരു റെസിസ്റ്റൻസ് ഉണ്ട്. അത് നമുക്ക് അറിയാമല്ലോ. 23,606 എന്ന് പറഞ്ഞ ഒരു റെസിസ്റ്റൻസ് നമുക്കുണ്ട്. അപ്പോൾ അതിന് മുകളിൽ നിൽക്കുകയാണെങ്കിൽ അവനെ സംബന്ധിച്ച് നമുക്ക് എങ്ങോട്ട് പോവാം 663 23,663 അതിന് മുകളിൽ 23,740 23,730 അതിന് മുകളിൽ 23,810 അത് നമ്മുടെ ഡെൽറ്റ ബാങ്കിൻ്റെ ഒരു ഇതാണ്. അതിന് മുകളിൽ 845 വരാനുള്ള ചാൻസ് 845 വരാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ്. അപ്പോൾ ഓക്കെ നിഫ്റ്റി മുകളിലോട്ട് എത്തൊക്കെയാണ് 23,565 ഇന്നത്തെ POC സപ്പോർട്ടാണ്. അതിന് മുകളിൽ 606 അതിന് മുകളിൽ 663 അതിന് മുകളിൽ 730 അതിന് മുകളിൽ 730 അല്ല 710 ആണ്. 23,710 അതിന് മുകളിൽ 810 845 വരാം. താഴോട്ട് സപ്പോർട്ട് അതൊക്കെയാണ് 23,508 നമുക്ക് സപ്പോർട്ടാണ്. ആ സപ്പോർട്ട് എന്ന് പറയുമ്പോൾ ഇന്നത്തെ ലോയാണ്, അതൊരു സപ്പോർട്ടാണ്. അതിന് താഴെ 23,451 അതിന് താഴെ 23,400 അതിന് താഴെ നമ്മുടെ കഴിഞ്ഞ ആഴ്ചത്തെ POC ആയ 23,351 നമുക്ക് സപ്പോർട്ടാണ്. 23,351 ഇതാണ് നമ്മുടെ നിഫ്റ്റിയുടെ സപ്പോർട്ട്. ഏതൊക്കെയാണ് ഇന്നത്തെ POC 23,565 അതിന് മുകളിൽ 606 663 710 810 845 താഴോട്ടാണെങ്കിൽ 508 451 400 351 ഇതാണ് നിഫ്റ്റിയുടെ. ഇനി ബാങ്ക് നിഫ്റ്റി ലെവൽ ഞാൻ ഒന്ന് മാർക്ക് ചെയ്ത് വയ്ക്കാം. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം ബാങ്ക് നിഫ്റ്റി നമുക്ക് ഒന്ന് എല്ലാം ഡിലീറ്റ് ചെയ്ത് കളഞ്ഞിട്ട് പുതിയ ഒന്നേ വരയ്ക്കാം. സോ
ബാങ്ക് നിഫ്റ്റിയുടെ ലെവൽ എന്ന് പറയുമ്പോൾ ഇന്നത്തെ 50,335 ബാങ്ക് നിഫ്റ്റിയുടെ POC. അപ്പോൾ എത്രയാണ്? 50,335 POC. അതിന് മുകളിൽ 50,414 ഒരു സപ്പോർട്ടാണ്. ഇനി 50,465 ചെറിയൊരു റെസിസ്റ്റൻസ് ആണ്, അത് നിങ്ങൾ മറക്കല്ലേ. അതിന് മുകളിൽ റെസിസ്റ്റൻസ് കുറച്ചും കൂടെ ഉണ്ട്, അത് നമുക്ക് 50,530. അതിന് മുകളിൽ അടുത്തത് 50,575. അതിന് മുകളിൽ മാത്രമേ ഉള്ളൂ അടുത്ത റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ. ഏതാണ്? എന്നെ സംബന്ധിച്ച് ഇതൊരു കൂട്ടം ഒരു ക്ലസ്റ്റർ ഓഫ് റെസിസ്റ്റൻസ് ആണ്. അതിന് മുകളിൽ സ്ട്രെയിറ്റ് എനിക്ക് ബാങ്ക് നിഫ്റ്റിയിൽ 51,060 എന്ന് പറഞ്ഞ ആ ലെവലിലേക്കും പോവാം. സോ നിങ്ങൾ ഓർത്തോളുക, 50,575 മുകളിൽ ഒരു കിഡിലെ ഒരു ഗ്യാപ്പ് സോൺ കിടപ്പുണ്ട്. ഇനി താഴെ സപ്പോർട്ടാണെങ്കിൽ 50,225. അതിന് താഴെ അടുത്തത് 50,100. അതിന് താഴെ 49,960. അതിന് താഴെ 49,850. ഈ സപ്പോർട്ടൊക്കെ ഞാൻ പച്ച കളറിലേക്കൊന്ന് മാറ്റിക്കോട്ടെ. നമുക്ക് പച്ചയാണല്ലോ വരേണ്ടത്. ഓക്കെ, ഇത് പച്ച, ഇത് പച്ച, ഇത് പച്ച, ഓക്കെ, ഇതും പച്ച. അപ്പോൾ നമുക്ക് ബാങ്ക് നിഫ്റ്റി നോക്കാം. എത്രയാണ് ഇന്നത്തെ POC? 50,335. അതിന് മുകളിൽ 50,465, 530, 525. 575 മുകളിൽ 54,60 വരെ പോകാനുള്ള ഒരു വലിയൊരു ഏരിയ കണ്ട. ഇത്ര ഏരിയ ഓപ്പൺ ആണ്. ഇനി താഴോട്ടാണെങ്കിൽ 50,225, 50,100, 49,960, 49,850. ഇത്രയാണ് നാളെ ബാങ്ക് നിഫ്റ്റി ലെവൽസ്. നാളെ ബാങ്ക് നിഫ്റ്റി എക്സ്പയറി ആയതുകൊണ്ട് നിങ്ങൾ 50,500 മുകളിലുള്ള സ്ട്രൈക്കുള്ള ഓപ്ഷൻസ് നിങ്ങൾ വാച്ച് ചെയ്യുമെങ്കിൽ അതിൻ്റെ അൺബൈൻഡിങ് നിങ്ങൾക്ക് കുറച്ചും കൂടെ ഈസിയായി തരാൻ പറ്റും. നമ്മുടെ ഞാനിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മളെ ഗിഫ്റ്റ് നിഫ്റ്റി ഏകദേശം പറയുകയാണെങ്കിൽ 23,660 ഭാഗത്ത് നിൽക്കുകയാണ്. നമ്മുടെ ക്ലോസിങ്ങിൻ്റെ ഭാഗം വെച്ച് നോക്കുമ്പോൾ നിഫ്റ്റി ഏകദേശം ഒരു 80 പോയിൻ്റ് അപ്പിൽ നിൽക്കുകയാണ്. സോ അത് സസ്റ്റെയിൻ ചെയ്യുമെങ്കിൽ നാളെയും ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആയിരിക്കും മാർക്കറ്റ് വരുന്നത്. വോളിയം ഉണ്ടെങ്കിൽ മാത്രമേ ഇപ്പോൾ മാർക്കറ്റ് മൂവ് ചെയ്യുന്നുള്ളൂ. അതുകൊണ്ട് നമുക്ക് കുറച്ച് പ്രോഫിറ്റ് കിട്ടുമെങ്കിൽ ആ പ്രോഫിറ്റിനെ സേവ് ചെയ്ത് മാറി നിന്ന് ട്രേഡ് ചെയ്യേണ്ട ആവശ്യകതയുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി. വീഡിയോ കാണുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പം എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് ഞാൻ വീഡിയോ ഒന്ന് സൈൻ ഓഫ് ചെയ്യുന്നു. നിങ്ങളുടെ സ്വന്തം വിഷ്ണുഗുപ്തൻ.